ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാവക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: പാവയ്ക്ക ഒരു മീഡിയം സൈസ് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കടുക് 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര്, കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം, പച്ചമുളക് എരിവിനനുസരിച്ച്. മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവായിരിക്കും അതിന് വേണ്ടത്. ഇനി പാവയ്ക്ക വറുത്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ശകലം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം, വറുത്തെടുക്കുന്ന കാരണം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. പാവയ്ക്ക ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി പാവയ്ക്ക ഒന്ന് ആറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. റിവേഴ്സിലിട്ട് ചെറുതായൊന്ന് ചതഞ്ഞ് മാത്രം കിട്ടിയാൽ മതി, പൊടിയാക്കി എടുക്കരുത്. ഇനി പാത്രത്തിൽ നിന്ന് എണ്ണ മാറ്റിയിട്ട് തേങ്ങ അരച്ച അരപ്പ് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പാവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് തിളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കയ്പും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി ഒഴിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വറതാളിച്ചൊഴിച്ചാൽ മതി. അപ്പം ഞാനൊരു ചട്ടി സെയിം വറുത്ത എണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്, പാവയ്ക്ക വറുത്ത എണ്ണ. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വറ താളിച്ച ശേഷം ഒന്ന് മൂടി വെച്ചേക്കുക. നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ സമയം ഇളക്കിയെടുത്താൽ മതി.